ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദുറൂസിൽ ഇസ്ലാമിൻ്റെ ക്ലാസ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് 3 ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1, 2 ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്ലേലിസ്റ്റിൽ നോക്കി വീഡിയോ കാണണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുളൂയിൽ 2 കൈയും നനച്ച് തല ഡാഷ് തടവണം. തല മുഴുവനും തടവണം. അടുത്തത്, ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ ഡാഷ് നിങ്ങൾക്കും കരുണ ചെയ്യും. അള്ളാഹു താല എന്നാണ് അല്ലേ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ അള്ളാഹു താല നമുക്ക് കരുണ ചെയ്യും. അടുത്തത്, വാഹിദ് ഇസ്നാനി ഡാഷ് അർബ. അപ്പോൾ വാഹിദ് ഇസ്നാനി കഴിഞ്ഞ എന്താണ്? ജലാസ ആണ് അല്ലേ. അർബ, ഹംസ, സിത്ത, സബ്ഹ, അങ്ങനെ അഷറ വരെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാവരും നോക്കി വെക്കുക. അടുത്തത്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 2 കൈകളും ഡാഷും കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എന്താ ചെയ്യേണ്ടത്? 2 കൈകളും വായും കഴുകണം. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഹയ്യാ നദ് അബു ഇലൈ അൽ ഫസിൽ. വരൂ നമുക്ക് ലേക്ക് പോകാം. അപ്പോൾ ഫസിൽ പറഞ്ഞാൽ എന്താണ്? അൽ ഫസിൽ, ഇലൈ അൽ ഫസിൽ, നമുക്ക് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരൂ നമുക്ക് ക്ലാസ് എന്നവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ ശുദ്ധിയാകും എന്ത്? മനസ്സാണ്. മനസ്സും അവിടെ എന്ത് എഴുതി കൊടുക്കണം? മനസ്സും എന്ന് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, മസ്ജിദിലേക്ക് ഏത് കാൽ വെച്ച് കയറണം? അവിടെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. മസ്ജിദിലേക്ക് ഏത് കാൽ വെച്ചിട്ടാണ് കയറേണ്ടത്? വലത് കാൽ വെച്ച് കയറണം. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിടേണ്ടത്? എങ്ങോട്ടാണ് തിരിഞ്ഞിടേണ്ടത്? കിബിലക്ക് മുൻപിടണം അല്ലേ. അപ്പോൾ കിബിലക്ക് എന്ന് എഴുതണം. അടുത്തത്, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഇണയുടെ പേരെന്ത്? ഇണയുടെ പേരെന്താണ്? ഹവ്വ ബീവി റളിയല്ലാഹു അൻഹു. ഹവ്വ ബീവി എന്ന് അവിടെ എഴുതണേ. അടുത്ത ക്വസ്റ്റ്യന് ഞാൻ പറയുന്നത് 25 ആണ്. വീട് എന്നതിൻ്റെ അറബി പദം എന്ത്? എല്ലാ മക്കൾക്കും അറിയണ്ടാവും. ബൈത്താണ്. അപ്പോൾ ബൈത്ത് എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി ആ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഒറ്റ വാക്കിൽ ഉത്തരമാണ്, അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കാം. ഓരോ വാചകത്തിൽ ഉത്തരം എഴുതുക. അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 26 ആണ്. വുളൂയിൻ്റെ നെയ്യത്ത് ചെയ്യണം എങ്ങനെ? വുളൂയിൽ എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരം ഹലാലാക്കാൻ ഞാൻ നെയ്യത്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അതേപോലെ തന്നെ എഴുതി കൊടുത്താൽ മതി. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാം ആരോടൊക്കെ കരുണ കാണിക്കണം? ആരോടൊക്കെ കരുണ ചെയ്യണം? ഭൂമിയിലുള്ള മനുഷ്യരോടാണല്ലേ. അപ്പം